നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 10-15 ദിവസമായല്ലോ നമ്മുടെ നാട്ടിൽ വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്രദേശം, ഏകദേശം 3.24 ഏക്കർ ഭൂമി, ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഭൂമി ഏറ്റെടുത്തു, നല്ല കാര്യം. നമുക്ക് ആർക്കും ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറയും. കാരണം എന്താണ്? വയനാട്ടിലെ ഒരു കൂട്ടം വരുന്ന സാധാരണക്കാരായ, സർവ്വതും നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാർക്ക് ഒരു കൂരയുടെ ഉറപ്പ് നൽകി കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ ഒരു പരിപാടിയാണ്. അതിന് നമ്മളെല്ലാവരും കൈ കൊടുക്കും, നമ്മളെല്ലാവരും കൈയടിക്കും, ഉറപ്പാണ്. കാരണം എന്താണ്? അതൊരു പുണ്യപ്രവൃത്തിയാണെന്നേ. ആ ഒരു പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കേരളത്തിലുള്ള എല്ലാവരും കൈകോർത്തു, രാഷ്ട്രീയ ഭേദമന്യേ കൈകോർത്തു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അല്ലാതെ ഇത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ അവരവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്ത പണമൊന്നും അല്ല ഇപ്പോഴും KPCCയുടെ കയ്യിലിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. ഉണ്ടോ ഇല്ലയോ അറിയില്ല. ഇത് ആരൊക്കെ പുട്ടടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ മാസം അവിടെ ആരംഭിച്ച ഒരു പദ്ധതി, ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയുള്ള നീക്കം എന്താണ് എന്നറിയാൻ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്. കുന്നമ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലം അവർ ഏറ്റെടുക്കുന്ന കാലത്ത് മുതൽ പറയുന്നു അവിടെ വന്യജീവി ആക്രമണമുണ്ട്. അതിന് തൊട്ട് മുൻപായി ഇവർ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിന് 2-3 ദിവസം അല്ലെ ഒരാഴ്ച മുൻപ് അവിടെ ഒരാളെ കാട്ടാനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം പ്രശ്നബാധിതമായ ഒരു മേഖലയാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ്സുകാർ കണ്ടെത്തിയത്. ശരി, വിട്ടേക്കൂ. അവർ സ്ഥലം കണ്ടെത്തിയല്ലോ. അവിടുത്തെ ഉണ്ടായിരുന്ന കാപ്പിച്ചെടികളൊക്കെ ആൾക്കാരെ നിർത്തി വെട്ടിമുറിച്ച് മാറ്റിയിട്ടു. പക്ഷേ ആ വെട്ടിമുറിച്ച് മാറ്റിയിട്ട് എന്തിനെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു സ്റ്റേജ് കെട്ടാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ ഇപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർക്കൊരു സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് കുന്നമ്പറ്റയിലെ ആ സ്റ്റീപ്പായി കിടക്കുന്ന ആ ഒരു സ്ഥലം അവർ കണ്ടെത്തി അവിടെ ഒരു സ്റ്റേജ് കെട്ടി. എന്തായിരുന്നു ആ സ്റ്റേജ് കെട്ടിയതിൻ്റെ ഉദ്ദേശം? പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ 2 പേർ കേരളത്തിലേക്ക് എത്തുന്നു. അവർക്ക് വലിയ കാറ്റും മഴയും ഒന്നും കൊള്ളാതെ അവർക്ക് ഒരല്പനേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു സ്ഥലമായിരുന്നു ആ സ്റ്റേജ്. അവർക്കൊരല്പസമയം ഇരുന്ന് അവർക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും താടിക്ക് പിടിക്കാം, അവരുടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞിരിക്കാം, തങ്ങൾ പറയുന്ന കുടുംബകാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാം, എന്നിട്ട് അവരെ കുറച്ചു നേരം ആനന്ദ തുന്തിലരാക്കാം തുടങ്ങിയ ആഗ്രഹങ്ങളോടുകൂടി കോൺഗ്രസ്സുകാർ ഒരുക്കിയ ഒരു വേദിയായിരുന്നു അത്. അല്ലാതെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ അല്ലെങ്കിൽ സാമൂഹിക പ്രാധാന്യമോ ഒന്നും കൽപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു നാടകം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിയുന്നു. ഈ 15 ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായോ? ഇല്ല. ഈ നീക്കുപോക്ക് ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന കല്ല് കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അന്ന് രാഹുൽ ഗാന്ധിയോ എന്തോ ഇങ്ങനെ വലിച്ചിട്ടിട്ട് പോയ കല്ലാണ്, അത് കാണുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഈ 15 ദിവസമായിട്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ വരുന്നതായി പോലും ആ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുള്ള ആൾക്ക് രേഖാമൂലം അറിയത്തില്ല, വാർത്തകളിലൂടെ അറിഞ്ഞു, അത് മാത്രം. അപ്പോൾ രേഖാമൂലം അറിയണമെങ്കിൽ അവിടെ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്, വീടാണോ ടൗൺഷിപ്പാണോ, എന്തായാലും അതിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിവരവും അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ പഞ്ചായത്തിൽ കൊടുത്ത് അതിൻ്റെ അനുമതി മേടിച്ചിട്ടൊക്കെ ആ പരിപാടിയിലേക്ക് കടക്കണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രാരംഭ നടപടികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയും ഈ പറയുന്ന സ്ഥലം ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇങ്ങനെയൊരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട്, ഒരു നാടകത്തിന് വേണ്ടിയിട്ട്, അരങ്ങൊരുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവർ വാടകയ്ക്ക് എടുത്തിട്ട സ്ഥലമാണോ ഈ 3.25 ഏക്കർ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. അവരിനിയിപ്പം വെക്കാൻ പോകുന്ന വീടുകൾ, ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വീട് വെക്കും, ഉടനെ വെക്കും, 10 ദിവസത്തിനകത്ത് ഞങ്ങൾ വീടിൻ്റെ പ്ലാനും അംഗീകരിച്ച് 10 ദിവസത്തിനകത്ത് പണി തുടങ്ങും, തറക്കല്ലിട്ട് പണി തുടങ്ങും. ഒരു വീടിനെങ്കിലും കല്ലിട്ടാൽ മതിയായിരുന്നേ. ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 100 വീടുകളാണ്. ആ 100 വീടുകൾക്ക് വേണ്ടിയിട്ട് ഒരു കല്ലെങ്കിലും, ഒരു വീടിനുള്ള മൂലക്കല്ലെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് സമാധാനം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് 15 ദിവസം കൊണ്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ വലിയ പ്രഖ്യാപനം നടത്തി. എന്തൊക്കെയാണ് പ്രഖ്യാപനം? 5 ഇന പരിപാടികൾ, അതായത് നമ്മുടെ 5 ഗ്യാരണ്ടികൾ കൊടുത്തു. മോദിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഗ്യാരണ്ടിയെ പറയുള്ളൂ. 5 വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. ഇതുമൂലം സംസ്ഥാന സർക്കാരിന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടം ഏകദേശം 14,460 കോടി രൂപയുടെ നഷ്ടമാണ് എങ്ങനെയാണ് നഷ്ടം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ KSRTCയുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 8 കോടി രൂപയാണെന്ന് അങ്ങോട്ട് കരുതുക.
ആ 8 കോടി രൂപ KSRTCയുടെ വരുമാനം വരുന്നു. അതിൽ 50% വരുന്ന സ്ത്രീ യാത്രക്കാരുമുണ്ട്. 50% സ്ത്രീ യാത്രക്കാരാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു വർഷം കൊണ്ട് ഈ 8 കോടി എന്നുള്ള കണക്ക് വെച്ച് ഒരു വർഷം കൊണ്ട് KSRTCക്ക് ലഭിക്കേണ്ട തുക 22,920 കോടിയാണ്. 2,920 ഏകദേശം 3,000 കോടിക്ക് അടുത്ത് വരും. അപ്പോൾ അതിൻ്റെ നേരെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നേരെ ഇങ്ങോട്ട് പകുതി വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 1,500 ഈ പറയുന്ന റേഞ്ച് വരും. 1,460 കോടി എന്ന് പറയുന്ന കണക്കിലേക്ക് വരും. ഈ 1,460 കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ പകുതി പൈസ, നഷ്ടപ്പെടുന്ന പകുതി പൈസയും നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആർക്ക്? KSRTCക്ക്. അപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊണ്ട് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് നഷ്ടം 1,460 കോടി. നമുക്ക് റൗണ്ട് ചെയ്ത് 1,500 കോടി എന്നാക്കാം. ഇനിയും അടുത്തത്, ഇനി ഈ പറയുന്ന 1000 വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് ഇവിടെ കൊടുക്കാൻ പോകുന്ന പിന്നെ പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിക്ക് നഷ്ടമില്ലല്ലോ, കാരണം കൊടുക്കണ്ടല്ലോ. രാഹുൽ ഗാന്ധി ഈ പറയുന്ന 6,000 രൂപ വെച്ച് പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചാൽ നമുക്ക് പദ്ധതി പ്രഖ്യാപിച്ചല്ലോ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ 1000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നത്, അതായത് സ്വാശ്രയമാണെങ്കിലും അല്ലാതെയും നഴ്സിംഗും അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെക്കുറെ ഒരു 2,62,056 എന്ന് പറയുന്ന ഒരു കണക്കിലുള്ള വിദ്യാർത്ഥിനികൾ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നവരുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം 315 കോടി രൂപ ഈ വിദ്യാർത്ഥിനികൾക്കായിട്ട് പ്രതിമാസം സർക്കാർ ചിലവാക്കേണ്ടതുണ്ട്. 315 കോടി. അപ്പോൾ അങ്ങനെ അതോടൊപ്പം തന്നെ 1000 രൂപ പെൻഷൻ എന്നുള്ള നിലയിൽ അവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഏകദേശം 64 ലക്ഷത്തോളം ആൾക്കാർക്ക് 1000 രൂപ പെൻഷനും വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നീട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8,700 കോടി രൂപയോളം അതിന് വേണ്ടി വരും. അങ്ങനെ മൊത്തം ഏറെക്കുറെ ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ പദ്ധതി, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് 25 ലക്ഷത്തിൻ്റെതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഏകദേശം 10,000 രൂപയോളം അതിൻ്റെ ഒരു പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നതും സർക്കാരാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കി വരുമ്പോൾ ഏകദേശം 18,000 കോടി രൂപയാണ് അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കെല്ലാമായി പ്രതിവർഷം കേരള സർക്കാരിന് ആവശ്യമായി വരിക. ഏകദേശം 18,000 കോടി രൂപ. ഇതിന് പുറമെയാണ് ഈ മറ്റേ 5ാമത്തെ ഗ്യാരണ്ടിയായ ഈ വായ്പ, 5 ലക്ഷം രൂപ വരെ വായ്പ, പലിശരഹിത വായ്പ നൽകുന്ന ഒരു ഏർപ്പാടൊക്കെയുള്ള. അത് പിന്നെയും വലിയ ദോഷം വരുത്തില്ല എന്ന് നമുക്ക് കരുതാം. എങ്കിൽ തന്നെയും ഇത് സംസ്ഥാനത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായി മാറുമോ എന്നുള്ളൊരു ആശങ്ക നിലവിൽ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പം ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്ന് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് വയനാട് മേപ്പാടിയിൽ അവിടെ കൊണ്ടുവന്ന് കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ 230 വീടുകൾക്ക് തറക്കല്ലിടുമെന്ന് പറഞ്ഞുകൊണ്ട് തറക്കല്ലിട്ടിട്ട് പോയ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനിയായ ദേശീയ നേതാവ് ഇവിടെ വന്ന് 5 ഗ്യാരണ്ടിയും പ്രഖ്യാപിച്ചു. ഈ 10-15-20 ദിവസത്തോളം ആകുന്നു. ഈ ഇത്രയും ദിവസത്തിനകത്ത് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു ചെറിയ ഇല പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ ചതിയുടെ നേർചിത്രമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, അത്രയും ഇപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ചെയ്ത് അവരുടെ കയ്യിൽ പിരിച്ചെടുത്ത പണമുണ്ട് എന്നുള്ളത് ഉറപ്പുണ്ടായിട്ടാണല്ലോ വീട് വെക്കാൻ വേണ്ടിയിട്ട്, ഈ വീടിനുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്, അല്ലെ ശിലാസ്ഥാപനം നടത്തിയത്. എന്നിട്ട് ശിലാന്യാസമൊക്കെ നടത്തിയെങ്കിൽ തന്നെയും ഇവിടെ എന്താണ്, പിന്നീട് അങ്ങോട്ട് കാശ് കയ്യിലുണ്ടായിരുന്നിട്ട് കൂടി ഒരു വീടിന് തറക്കല്ലിടാൻ പോലും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കരുതേണ്ടത് എന്താ, വഞ്ചിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു. ആര്? കോൺഗ്രസ് വഞ്ചിച്ചു. ഈ കഴിഞ്ഞ 10 വർഷത്തെ കാലയളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് വഞ്ചിച്ച കഥ മാത്രമല്ലാതെ കേരളത്തിലെ ഒരാൾക്ക് മറ്റൊന്നും പറയാനില്ല. സർക്കാർ വഞ്ചിച്ചു എന്ന് ആരോട് പറയാം? സർക്കാർ എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് പിന്നെ വെളിവാക്കേണ്ടി വരും. എന്നാൽ കോൺഗ്രസ് വഞ്ചിച്ചു എന്നുള്ളതിന് 100 ഉദാഹരണ സഹിതം തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു നിസ്സാരപ്പെട്ട കാര്യം പോലും ചെയ്തു തരാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിയാണ് ഈ 5 ഗ്യാരണ്ടികൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു താരതമ്യം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.